മഹാരാഷ്ട്രയിൽ മുസ്ലിം പള്ളികളുടെ പേരിൽ വൻതോതിൽ ഭൂമി ജിഹാദ് നടക്കുന്നതായി വിവരങ്ങൾ. മുംബൈ, ഭയന്തർ, നവി മുംബൈ, വസായ്, വിരാർ, കല്യാൺ, ഡോംബിവല്ലി, പൻവേൽ എന്നിവിടങ്ങളിൽ പള്ളികളുടെ പേരിൽ വലിയ തോതിൽ ഭൂമി ജിഹാദ് നടത്തി ഭൂമി തട്ടിയെടുക്കാനുള്ള ഗൂഢാലോചന നടക്കുകയാണ്. അനധികൃത വീടുകൾ, കുടിലുകൾ, മറ്റധിക നിർമ്മാണങ്ങൾ എന്നിവ മുസ്ലിം പള്ളികളുടെ പേരിൽ നടക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും സർക്കാർ ഭൂമിയിലും മൈതാനങ്ങളിലും കടലിനടുത്തുള്ള കണ്ടൽക്കാടുകളിലും അനധികൃത നിർമ്മാണങ്ങൾ നടക്കുന്നുണ്ട്. ഇതിനെല്ലാം മുസ്ലിം പള്ളി എന്ന അഭിസംബോധന ചെയ്താണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇവിടെ എടുത്തു പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇവിടുത്തെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടങ്ങളിലൊക്കെ ഉച്ചഭാഷിണികൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത്തരം നിർമ്മിച്ച മിക്ക പള്ളികളിലെയും ബന്ധപ്പെട്ട വ്യക്തികൾ പോലീസിൽ നിന്നോ മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ നിന്നോ ഉച്ചഭാഷിണികൾ ഘടിപ്പിക്കുന്നതിനായി അനുമതി വാങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെതിരെ ശബ്ദമുയർത്തി BJPയും രംഗത്തുണ്ട്. പള്ളികളുടെ പേരിൽ ഭൂമി കയ്യേറ്റം നടക്കുന്നുണ്ടെങ്കിലോ തുറന്ന സർക്കാർ ഭൂമിയിലോ നോ ഡെവലപ്മെന്റ് സോൺ CREZ കോസ്റ്റൽ റെഗുലേഷൻ ഏരിയ ഇവിടങ്ങളിലോ ഒക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എങ്കിൽ കർശന നടപടികൾ സ്വീകരിക്കണമെന്ന് നേരത്തെ BJP നേതാവ് മുഖ്യമന്ത്രിക്ക് അയച്ച ഒരു കത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. കർശനമായ നിയന്ത്രണങ്ങൾ പുറപ്പെടുവിക്കുകയും കുറ്റവാളികൾക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കുകയും വേണമെന്നും അദ്ദേഹം കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഘോട്ട്കോപ്പറിലും ഭാണ്ഡൂപ്പിലും 25 അനധികൃത മുസ്ലിം പള്ളികളെയും ഉച്ചഭാഷിണികളെയും കുറിച്ചുള്ള വിവരങ്ങളും അദ്ദേഹം മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ വിശദമാക്കുന്നു. നാട്ടിൽ ഭൂമി ജിഹാദ് വർദ്ധിക്കുന്നു. ഇപ്പോഴത്തെ ഇസ്ലാംവാദികൾ ക്ഷേത്രഭൂമി പിടിച്ചടക്കി രാജ്യത്ത് ഭൂമി ജിഹാദ് നടത്തുന്നു എന്ന വിവരങ്ങൾ നേരത്തെയും പുറത്തു വന്നിട്ടുണ്ട്. മഹാരാഷ്ട്രയിലും ആന്ധ്രാപ്രദേശിലുമാണ് ക്ഷേത്രഭൂമി കയറി ഭൂമി ജിഹാദ് ഇസ്ലാംവാദികൾ നടത്തിയിരുന്നത് എന്ന് നാട്ടുകാർ പരാതികളുമായി വന്നിട്ടുണ്ട്. ലവ് ജിഹാദിനെ കുറിച്ച് നമുക്കറിയാം. അതിനു പിന്നാലെയാണ് ലാൻഡ് ജിഹാദ് എന്ന ഭൂമി ജിഹാദ് ഭാരതത്തിൽ വ്യാപകമായത്. ഹിന്ദുക്കളെ ഉപദ്രവിച്ചും അവരുടെ സ്വത്തുക്കൾ അനധികൃതമായി കൈക്കലാക്കിയും അയൽപ്പക്കത്തു നിന്നും പിഴുതെറിഞ്ഞും മുസ്ലിങ്ങൾ ഹിന്ദുക്കളുടെ ഉടമസ്ഥതയിലുള്ള ഭൂമി കൈക്കലാക്കുകയാണ് ചെയ്യുന്നത് എന്ന് മഹാരാഷ്ട്രയിലെ മുംബ്രയിൽ നിന്നും ആരോപണം വന്നിരുന്നു. അതിന്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയിലായിരുന്നു. ആദ്യ സംഭവം മഹാരാഷ്ട്രയിലെ മുംബ്രയിലാണ് റിപ്പോർട്ട് ചെയ്തത്. NCP MLA ജിതേന്ദ്ര ഔഹാദിന്റെ മണ്ഡലം കൂടിയായ അവിടുത്തെ ഒരു മുസ്ലിം ഭൂരിപക്ഷ മേഖലയിലെ കുന്നിൻ മുകളിൽ ഒരു പുരാതന ശിവക്ഷേത്രം തകർക്കപ്പെട്ടു എന്നായിരുന്നു റിപ്പോർട്ട്. ഹിന്ദുസ്ഥാന്റെ റിപ്പോർട്ട് പ്രകാരം കുന്നിൻ മുകളിൽ ഉയർത്തിയിരുന്ന കാവിക്കൊടി നശിപ്പിക്കുകയും ഒറ്റ രാത്രി കൊണ്ട് 250 മൃതദേഹങ്ങൾ സ്ഥലത്തടക്കി സ്ഥലം ശ്മശാനമാക്കി മാറ്റുകയും ചെയ്തുവെന്നും വ്യക്തമാക്കുന്നു. വർഷങ്ങൾക്ക് മുൻപ്, അതായത് ഏകദേശം 2013 സമയങ്ങളിൽ ട്രക്കിങ്ങിന്റെ ഭാഗമായി മലമുകളിൽ എത്തിയ യുവാക്കളാണ് ശിവലിംഗം കണ്ടെത്തിയത്. അതേ തുടർന്നാണ് അവർ അവിടെ കാവിക്കൊടി ഉയർത്തുകയും ആരാധനയും ആരംഭിച്ചത്. ഹിന്ദു സമൂഹം മലമുകളിലെ ശിവലിംഗത്തെ കുറിച്ച് അറിഞ്ഞെത്തുന്നത് പതിവായി അറിഞ്ഞ ലാൻഡ് ജിഹാദ് മാഫിയ ആ ശിവലിംഗത്തെ നശിപ്പിക്കുകയാണ് ഉണ്ടായത്. സമീപ പ്രദേശങ്ങളിലുള്ള വളരെ കുറച്ചു പേർ മാത്രമാണ് സംഭവം അറിഞ്ഞത്. ഇതൊക്കെ വളരെ കാലം മുൻപ് വന്നിട്ടുള്ള ചില വിഷയങ്ങളാണ്. ലാൻഡ് ജിഹാദ് ഇവിടെ കൊടികുത്തി വാഴുന്നു, അല്ലെങ്കിൽ ലാൻഡ് ജിഹാദിന്റെ പ്രസരം ഇവിടെ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതിന് തെളിവായിട്ടുള്ള വാർത്തകളായിരുന്നു ഇതെല്ലാം. പക്ഷേ ഇപ്പോൾ മഹാരാഷ്ട്ര പോലുള്ള ഒരു സംസ്ഥാനത്ത് ഭൂമി ജിഹാദ് വളരെ ശക്തമായ രീതിയിൽ നടക്കുന്നു. അത് പള്ളികളുടെ പേരിൽ അവിടെ ഭൂമി പിടിച്ചെടുക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇത്തരം ഇസ്ലാംവാദികളുടെ ഭൂമി ജിഹാദുകൾക്കെതിരെ കൃത്യമായ സമയത്ത് തടയിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഹിന്ദുക്കൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവർ കാശുമുടക്കി വാങ്ങിയ സ്ഥലം, അല്ലെങ്കിൽ അവർ കാലാകാലങ്ങളായി ജീവിച്ചു പോരുന്ന സ്ഥലം, ഇതൊക്കെ മുസ്ലിങ്ങൾക്ക് മുന്നിൽ അടിയറ വയ്ക്കേണ്ടി വരും എന്ന ഭീതിയിലാണ് ഇപ്പോൾ പലയിടങ്ങളിലെയും ഹിന്ദുക്കൾ കഴിയുന്നത്. ന്യൂസ് ഡെസ്ക് കർമാനസ്.